മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം ഇന്ന് താമസം ആരംഭിച്ചു. ചൂരൽമല സ്കൂൾ റോഡ് സ്വദേശിയായ വിജയനും കുടുംബവുമാണ് താമസിക്കാൻ തുടങ്ങിയത്. പാൽകാച്ചൽ ചടങ്ങിൽ മുൻമന്ത്രി OR കേളു ഉൾപ്പെടെ പങ്കെടുത്തു. ആദ്യ താമസക്കാരായ വിജയനെയും കുടുംബത്തെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു. ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ടൗൺഷിപ്പിലെ ആദ്യ വീട്ടിൽ പാലുകാച്ചൽ നടന്നു. ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയത്. ചൂരൽമല സ്കൂൾ റോഡ് സ്വദേശിയായ വിജയനും കുടുംബവുമാണ് ടൗൺഷിപ്പിലെ ആദ്യ താമസക്കാരായത്. സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ഇത്രയും മീഡിയാസും അതുപോലെ തന്നെ സമൂഹത്തിലെ പൗരപ്രമുഖര് എല്ലാവരും കൂടെ വന്ന് ഈ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ആളുകളെ കാണുമ്പോൾ സന്തോഷമാണുള്ളത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ താമസക്കാരായ വിജയനെയും കുടുംബത്തെയും ഫോണിൽ വിളിച്ച് ആശംസകൾ നേർന്നു. ജൂലൈ 30 രാവിൽ ഉരുൾ കവർന്ന ജീവിതങ്ങൾ പുതിയ അധ്യായമായി പടുത്തുയർത്തുകയാണ് ടൗൺഷിപ്പിൽ. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള കുടുംബങ്ങൾ കൂടി ഇവിടേക്ക് താമസം മാറും. ഇന്ന് നടന്ന പാലുകാച്ചൽ ചടങ്ങിൽ മുൻ മന്ത്രി OR കേളു ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. സർക്കാർ ടൗൺഷിപ്പിൽ ആദ്യ താമസക്കാരായി വിജയനും കുടുംബവും മാറിയിരിക്കുകയാണ്. പുഞ്ചിരിമറ്റത്ത് അസ്തമിച്ച പുഞ്ചിരി ഇനി ഇവിടെ ഉദിച്ചു തന്നെ നിൽക്കും. ഒരു രാവിൽ ഉരുളെടുത്ത മുണ്ടക്കൈയും ചൂരൽമലയും കൽപ്പറ്റയിൽ പുതുതായി പുനർജനിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1, വയനാട്.